വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ നാട്ടിൻ പുറത്ത്, അവിടെ ചെറിയൊരു പട്ടണത്തിൽ ഒരു പൊതുയോഗം നടക്കുകയാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നായനാരാണ് മുഖ്യ പ്രാസംഗികൻ. ഒപ്പം നമ്മുടെ നാട്ടുകാരൻ തന്നെയായ ടി ശിവദാസ മേനോനുമുണ്ട്. അദ്ദേഹം വൈദ്യുതി വകുപ്പിൻ്റെ മന്ത്രിയാണ്. ആ മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തിട്ട് അധിക നാളായിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഈ പൊതുയോഗം നടക്കുന്നത്. അതിൽ ശ്രീ ഇ കെ നായനാർ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു അനുഭവത്തെക്കുറിച്ച് അവിടെ വിശദീകരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിന് ഇപ്പോഴെന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ പുതിയ UDF സർക്കാർ അധികാരമേറ്റെടുത്തതിന് ശേഷം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്രഖ്യാപിത പവർ കട്ടുണ്ടല്ലോ. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം എന്തൊക്കെയായിരുന്നാലും, മറ്റു വർഷങ്ങൾ എന്തൊക്കെയായിരുന്നാലും, പവർ കട്ടില്ലാത്ത 10 വർഷങ്ങളായിരുന്നു അത് എന്നുള്ളത് നാം കൃതജ്ഞതയോടെ ഓർക്കേണ്ടതാണ്. ഏതായാലും ഈ മന്ത്രിസഭ അധികാരം ഏറ്റെടുത്ത ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഒരു അപ്രഖ്യാപിത പവർ കട്ടുണ്ടായി. ഇപ്പോൾ അത് ഏതാണ്ട് പ്രഖ്യാപിത രീതിയിലുമായിട്ടുണ്ട്. എന്താണ്? ഇന്ദിരാ കട്ട് എന്നാണ് അത്ര അതിൻ്റെ പേര്. ഏതായാലും അന്ന് നായനാർ പറഞ്ഞ ആ സംഭവം UDF ഭരണത്തിലേറി ഓരോ പവർ കട്ടിനും, ഓരോ തവണ കറണ്ട് പോകുമ്പോഴും യാദൃശ്ചികമായിട്ടെന്നോണം ഓർമ്മയിൽ ഓടിയെത്തും. അന്ന് നായനാർ പറഞ്ഞത്, മന്ത്രിസഭ അധികാരം ഏറ്റെടുത്ത് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ദിവസം, ഒരു പ്രഭാതത്തിൽ ശ്രീ ശിവദാസ മേനോൻ, അദ്ദേഹം വൈദ്യുതി മന്ത്രിയാണെന്ന് പറഞ്ഞല്ലോ, നായനാരെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ശ്രീ ശിവദാസ മേനോൻ പറഞ്ഞത്, പുതുതായി അധികാരമേറ്റെടുത്ത വകുപ്പ് മന്ത്രിയായ ശ്രീ ശിവദാസ മേനോനെ ഒരു സംഘം സമീപിച്ച് പറഞ്ഞ കാര്യമാണ് അന്ന് ശ്രീ ഇ കെ നായനാർ വിശദീകരിച്ചത്. നർമ്മം ചാലിച്ച രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞതെങ്കിലും അതീവ ഗൗരവമുള്ള, എന്നാൽ യഥാർത്ഥത്തിൽ അധികാരങ്ങൾക്ക് പിന്നിൽ നടക്കുന്ന കളികളെക്കുറിച്ച് അതിൽ സൂചനയുണ്ടായിരുന്നു. ശ്രീ ശിവദാസ മേനോനെ സമീപിച്ച സംഘം പറഞ്ഞത്, മുൻ ഗവൺമെന്റിന്റെ നയം നമുക്ക് അതേപടി തുടരുകയല്ലേ എന്നാണ് അത്ര ചോദിച്ചത്. ആദ്യം അതെന്താണ് ആ നയം എന്ന് ചോദിച്ചപ്പോൾ, നമ്മുടെ കേരള സംസ്ഥാനത്തിൽ നിന്ന് അപ്രഖ്യാപിതമായി പവർ കട്ട് പ്രഖ്യാപിച്ച് മിച്ചം പിടിക്കുന്ന വൈദ്യുതി കർണാടകയിലെ ചില വ്യവസായശാലകൾക്ക് ആവശ്യമുണ്ട്. അങ്ങനെ നൽകിക്കൊണ്ടിരുന്നതാണ് ഇതേവരെ UDF, അതിനു മുമ്പുണ്ടായിരുന്ന UDF സർക്കാർ. ആ നില തുടരുകയാണെങ്കിൽ നമുക്കും ആ നില തുടർന്നുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ് ശ്രീ ശിവദാസ മേനോൻ എന്ന വൈദ്യുത മന്ത്രി മുഖ്യമന്ത്രിയായ നായനാരോട് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് അവർ എന്ത് തീരുമാനമെടുത്തു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പ് നായനാർ ഉദ്ദേശിച്ചത്, കഴിഞ്ഞ UDF സർക്കാർ ഏത് രീതിയിലാണ് നമ്മുടെ വൈദ്യുതിയുടെ ഉപയോഗം നമ്മുടെ നാട്ടുകാർക്ക് നൽകുന്നതിൽ നിന്ന് കുറവ് വരുത്തി അന്യ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ലാഭത്തിന് മറിച്ചു വിറ്റത് എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കാനായിരുന്നു ശ്രീ നായനാർ ഈ സംഭവം വിവരിച്ചത്. ഇന്ന് നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 10 വർഷമായിട്ടില്ലാത്ത ഒരു വൈദ്യുതി പ്രതിസന്ധി, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്, വർഷകാലത്ത് അധികാരമേറി 1 മാസം തികയുന്നതിന് മുമ്പ് വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവന്നു എന്നുള്ളത് ഈ കഥയുമായി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അതിൽ വസ്തുതയുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം. നമ്മളൊരു ആരോപണം എന്ന നിലയിലല്ലത് ഉന്നയിക്കുന്നതും. ഏതായാലും ശ്രീ നായനാർ തന്റെ സ്വതസിദ്ധമായ നർമ്മശൈലിയിൽ അവതരിപ്പിച്ച ആ കഥ, ആ അനുഭവം, ആ സംഭവം സ്വാഭാവികമായും ഈ വൈദ്യുതി പ്രതിസന്ധി കാലത്ത്, ഈ അപ്രഖ്യാപിത പവർ കട്ടിന്റെ കാലത്ത് ഓർത്തുപോവുകയാണ്. അതിനു പുറമെ ഈ പ്രതിസന്ധിയെ അപ്രഖ്യാപിതവും പ്രഖ്യാപിതവുമായ 3-4 തവണ ദിവസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വൈദ്യുതി കട്ടിനെ, പവർ കട്ടിനെ ന്യായീകരിച്ചുകൊണ്ട് അതിന്റെ സ്ഥിരം ന്യായീകരണ തൊഴിലാളികൾ പല ക്യാപ്സ്യൂളുകളും ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പല പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന് വളരെ കുറഞ്ഞ തോതിൽ വൈദ്യുതി ലഭിക്കുന്നുണ്ടത്രേ, ലഭിച്ചു അത്രേ, അതോ ലഭിക്കാൻ പോകുന്നു അത്രേ, ഈ രീതിയിലുള്ള പോസ്റ്റുകൾ കണ്ടു. ഏതായാലും ഇപ്പൊ നിലവിലുള്ള അവസ്ഥയിൽ ഒരു ശരാശരി നാട്ടുകാരൻ എന്ന നിലക്ക് കഴിഞ്ഞ 10 വർഷക്കാലം ഇല്ലാതിരുന്ന ഒരു പവർ കട്ട് എന്തുകൊണ്ടാണ് ഈ ഒരൊറ്റ മാസത്തിനുള്ളിൽ, ഈ വർഷകാലത്ത്
ഉണ്ടായിത്തീർന്നത് അതിനു പിന്നിൽ എന്തെങ്കിലും കള്ളക്കളികളുണ്ടോ, അതോ യഥാർത്ഥമാണോ, ഇത് വസ്തുതയാണോ, യാഥാർത്ഥ്യമാണോ, ഈ പവർ കട്ട് ജനുവിനാണോ, അതോ കൃത്രിമമായി സൃഷ്ടിച്ച് മറ്റ് ലാഭങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കൃത്രിമ ഏർപ്പാടാണോ എന്നെല്ലാം സാധാരണക്കാരൻ എന്ന നിലക്ക് സംശയിച്ചു പോവുകയാണ്. ഈ വക കാര്യങ്ങളുടെ ഉള്ളുകളികളോ ഉള്ളറകളോ പിന്നണികളോ അറിയാത്ത വ്യക്തി എന്ന നിലക്കാണ് ഈ ചോദ്യവും സംശയവും ഉദിക്കുന്നത് തന്നെ. കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന നാളുകൾ വളരെ സങ്കീർണമായിരുന്നു. തികച്ചും ജനവിരുദ്ധമായ പല നിലപാടുകളും മൗനങ്ങളും ആ സർക്കാർ പാലിക്കുകയുണ്ടായി. അതിന്റെ ഫലമായിട്ടോ മറ്റോ ഏതായാലും ആ സർക്കാർ വീഴുകയും പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. ഏതായാലും UDF കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും ഒക്കെയുള്ള ചില മുൻവിധികൾ അന്ന് തന്നെ നമുക്ക് തോന്നിയിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്കില്ലാത്ത പല ഗുണങ്ങളും ഉണ്ടാകാമെങ്കിലും പവർ കട്ട് ഉണ്ടാവും എന്ന കാര്യത്തിൽ പലരും സംസാരിക്കുന്നത് കേട്ടു. തീർന്നില്ല, റോഡുകളുടെ കുഴികൾ ഇനി അടക്കുന്ന പ്രസ്ഥാനം ഉണ്ടാവില്ല. മാത്രമല്ല, കച്ചവട സ്ഥാപനങ്ങളിൽ റെയ്ഡുകൾ ആരംഭിച്ചെന്നു വരും. ഇതൊന്നും കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാവാത്ത കാര്യങ്ങളാണ്. അവരുടെ കാലത്തുണ്ടായ ദോഷകരമായ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഇവിടെ എണ്ണുകയല്ല, പറയുകയല്ല ഉദ്ദേശം. ഇതൊരു രാഷ്ട്രീയ വിമർശനവുമല്ല. ഇത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഭരണകൂടങ്ങളെ താരതമ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതുമല്ല. എല്ലാ ഭരണകൂടങ്ങൾക്കും അതിൻ്റെതായ പോരായ്മകളും കുറവുകളും ഉണ്ടാവും, മെച്ചങ്ങളും ഉണ്ടാവും. ആ നിലക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ ചായ്വുകളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക്, സാധാരണക്കാരന് തോന്നുന്ന സാധാരണ സംശയങ്ങളുടെ ഭാഗമായി അന്ന് നായനാർ പറഞ്ഞത് ഇന്നത്തെ വൈദ്യുത പവർ കട്ടുമായി ബന്ധപ്പെടുത്തി കാണാനുള്ള ഒരു ചെറിയ ശ്രമം നടത്തിയെന്ന് മാത്രം. ഒരു ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കി വലതുപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസിനെ UDF അധികാരത്തിലേറ്റുമ്പോൾ കോൺഗ്രസിനെ കുറിച്ച് അതുവരെ ഒരു കാര്യവും അറിയാത്തത് കൊണ്ടൊന്നുമല്ല. അത് ഒരു താൽക്കാലിക പ്രതിവിധി എന്ന നിലക്കാണ് അത് കഴിച്ചിട്ടുള്ളത്. പക്ഷെ കോൺഗ്രസ് അത് അധികാരം ഏറ്റെടുത്ത നാൾ മുതൽക്കിങ്ങോട്ട് പല പല പ്രവർത്തനങ്ങളിലൂടെയും മുൻപുണ്ടായിരുന്ന സർക്കാർ അനുവർത്തിച്ചിരുന്ന വർഗീയതയോടുള്ള സമരസപ്പെടലിന്റെ സൂചനകൾ ഈ സർക്കാരും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തിപരമായ എന്റെ ആരോപണമല്ല, പൊതുവായി നിഷ്പക്ഷമതികൾ ഉന്നയിക്കുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളാണത്. വർഗീയതയോടുള്ള അനുനയത്തിന്റെയും സമരസപ്പെടലിന്റെയും പ്രതിഫലമായിട്ടാണ് ഇന്ന് പിണറായിക്ക് മുഖ്യമന്ത്രി കസേരയിൽ നിന്നിറങ്ങി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ടി വന്നതെങ്കിൽ ഇന്ന് അധികാരമേറ്റെടുത്തിരിക്കുന്ന അധികാരത്തിലുള്ള സർക്കാരിനും അത് ഒരു ഗുണപാഠമാകേണ്ടതായിരുന്നു. അവർക്ക് അതിനെക്കുറിച്ച് ചില ധാരണകൾ ഉണ്ടാവേണ്ടതായിരുന്നു. വർഗീയത ഏതു പക്ഷത്തു നിന്നുള്ളതായാലും അത് അനുനയിപ്പിക്കേണ്ട, സമരസപ്പെടേണ്ട ഒരു ഗുണമല്ല. അത് വലിയ തോതിലുള്ള ഒരു ദോഷമാണ്. സമൂഹത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ദുരന്തമായിരിക്കും വർഗീയതയോടുള്ള സമരസപ്പെടൽ എന്ന് സൂചിപ്പിക്കാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഏതായാലും നമ്മുടെ പവർ കട്ട്, നമ്മുടെ റോഡുകളുടെ അവസ്ഥകൾ, ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. UDF സർക്കാർ ഒരു വെല്ലുവിളി പോലെ ഇതെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞ സർക്കാരിനുണ്ടായ വീഴ്ചകൾ ഓരോന്നോരോന്നായി നികത്താൻ വേണ്ടിയായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത്. പക്ഷെ കഴിഞ്ഞ സർക്കാർ കാണിച്ച വർഗീയതയോടുള്ള പ്രീണനം അതേപടിയോ അതിൽ ഒരു പടി കൂടിയോ പിന്തുടരാനാണ് ഈ സർക്കാരിന്റെ ശ്രമമെന്ന് തോന്നുന്നു ഇതേവരെയുള്ള അവരുടെ ചെയ്തികൾ നിരീക്ഷിക്കുമ്പോൾ. ഏതായാലും നല്ലത് മാത്രം വരട്ടെ സംസ്ഥാനത്തിന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം.